ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്കിന്ന് നോമ്പ് തുറക്കാൻ ക്രിസ്പിയും ടേസ്റ്റിയുമായ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, ചെറിയൊരു പീസ് ക്യാബേജ് ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ കുരുമുളക് ഉപ്പിട്ട് വേവിച്ചതാണിത്, അത് ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉരുളക്കിഴങ്ങ്, ഇത് ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇത് അധികം വേവിക്കേണ്ടതില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. 1 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ്. ഇത് ഇത്രയും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാള അധികമൊന്നും വഴറ്റേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ക്യാബേജും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഷ്രെഡ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് ഉടച്ചിട്ട് കൊടുക്കാം. നമ്മൾ മസാല ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായി കിട്ടാൻ വേണ്ടിയാണ് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് അധികമാവാൻ പാടില്ല കേട്ടോ. ഇനി ഒരു തവി കൊണ്ട് എല്ലാം കൂടി നന്നായി ഉടച്ചെടുക്കാം. ശേഷം മസാലയിൽ നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഉരുളക്കിഴങ്ങിന്റെ സ്റ്റിക്കിൽ പൊതിഞ്ഞു കൊടുക്കാം.
ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാം അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു കോട്ടിങ് റെഡിയാക്കണം. അതിനായി കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്